സത്യത്തിൽ ഇന്ദുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കല്യാണമേ കഴിക്കില്ലായിരുന്നു. നമ്മുടെ ശ്രീകുട്ടി ശ്രീ കുട്ടികൃഷ്ണൻ നായർ, നമ്മുടെ ഓഫീസിലെ പ്യൂൺ. ആ, അയാളെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നേ. ആരെ കണ്ടാലും രൂപ അടഞ്ഞു ചോദിക്കും. അതുകൊണ്ട് പലരും പുള്ളി ഒളിച്ചടക്കാം. 1-2 ദിവസമായി 1000 രൂപ എന്നോട് കടഞ്ഞു. അവനോട് അഡ്രസ് കൊടുത്തായിരുന്ന എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് ഒഴിച്ചു വിടാം, അല്ലെങ്കിൽ ഭയങ്കര ഉപദ്രവം. നീ വാ. ശ്രീകുട്ടിയോ? നല്ല ആളാ. വീട് മാറിയ വിവരം ഒന്ന് അറിയിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതായിപ്പോയോ? ചേട്ടൻ അറിയോ, ഞാൻ എത്ര ദിവസമായി എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? ശ്യാം ചേട്ടൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാ വിളിച്ചു വിളി? എല്ലാരും കേക്കട്ടെ, എന്റെ ഒരു കഷ്ടം എല്ലാരും അറിയട്ടെ. അറിഞ്ഞതിന്റെ ഇരട്ടി കഷ്ടമാവും. എന്റെ ശ്രീകുട്ടി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്റെ ഫ്ലാറ്റ് പെട്ടെന്ന് വിടേണ്ടി വന്നു. വേറൊന്നും കിട്ടിയതുമല്ല. എന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട്. ഞാൻ അവന്റെ കൂടെ തൽക്കാലം കഴിയാന്ന് വെച്ചു. ഞാൻ വേറൊരു ഫ്ലാറ്റ് നോക്കിക്കൊണ്ടിരിക്കാണ്. അത് കിട്ടിയാൽ ഉടനെ കല്യാണം. ശ്രീകുട്ടി, ഞാൻ ഹോസ്റ്റലിൽ വന്നുകൊണ്ടോളാം. ഞാൻ വന്നേ പ്ലീസ്. കൂട്ടപ്പാ, ശ്രീകുട്ടിയെ കൊണ്ടുവിടെ. ചെല യോ ഹലോ, ശ്യാം ഹിയർ. ഞാനാണ് എലീന. ഫ്ലൈറ്റിന് എന്തോ തകരാറുള്ളത് കൊണ്ട് 3 മണിക്കൂർ ലേറ്റാണ്. ഞാൻ അങ്ങോട്ട് വരുന്നു. അയ്യോ, അത് വേണ്ട. അത്രയും നേരം കൂടെ ശ്യാമിന്റെ കൂടെ ഇരിക്കാലോ. എന്താ, ശ്യാമിന് സന്തോഷം തോന്നില്ലേ? പിന്നെ ഭയങ്കര സന്തോഷമല്ലേ. എന്നാലും പിന്നെ അത് വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, അത്രയും സമയം കളയണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നു. ഞാൻ പിന്നെ പറയുന്നത് ബെലിന. ആരാ ശ്യാം? അത് പിന്നെ ഒരു ബന്ധുവാ. ബന്ധു എന്ന് വെച്ചാ? ബന്ധു എന്ന് വെച്ചാല് പിന്നെ ഒരു അടുത്ത ബന്ധം. അടുത്ത ബന്ധു? അതെ, പിന്നെ ഒരു വകയിലൊരു ഫാദറായിട്ട് വരും. വകയിലൊരു ഫാദർ? ഫാദർ എന്ന് വെച്ചാ പിന്നെ അങ്കിള്, അമ്മാവൻ. ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. എലീന ശ്യാം പറഞ്ഞല്ലോ, ഞാൻ കേട്ടു. എലീനെ? ഏത് എലീനെ? ഞാൻ കേട്ടല്ലോ. എലീന ഞാൻ പറഞ്ഞോ? പറഞ്ഞു. ഏലിയാസ്, പുള്ളിയുടെ പേരാ. അത് ക്രിസ്ത്യൻ. ഏലിയാസ് മേനോൻ. ഏലിയാസ് മേനോനോ? പുള്ളിയുടെ അച്ഛൻ ക്രിസ്ത്യാനിയും അമ്മ മേനോത്തിയാ. മൈ ഗോഡ്, കേട്ടിട്ട് തന്നെ തല ചുറ്റുന്നു. അപ്പൊ അനുഭവിക്കുന്ന എന്റെ കാര്യോ? എന്ത്? അല്ല, ഞാൻ എന്റെ ടെൻഷന്റെ കാര്യം പറയായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ എന്നെ കാണണം പോലും, എയർപോർട്ട് വെയിറ്റ് ചെയ്യണമെന്ന്. ഞങ്ങളുടെ ഒരു കമ്പനിയിൽ ഷെയർ എടുക്കാൻ പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ ഒന്ന് പോയിട്ട് വരാം. താങ്ക് യു. ദിക്കമായി. ബോംബെ ഫ്ലൈറ്റ് പോയിട്ടില്ല. ഏത് നിമിഷവും ഇവിടെ ലാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പോയി തടഞ്ഞോളാം. ഇനി എന്റെ കൈ വിട്ട് ഇവിടെ എങ്ങാനും വന്ന് ലാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ കൽക്കട്ട ഫ്ലൈറ്റുമായിട്ട് കൂട്ടിമുട്ടി ക്രാഷ് ഉണ്ടാകും. പോയിക്കോളാം. ബോംബെ എന്ത് പാടോ. ഞാനിത് എവിടേക്ക് അന്വേഷിച്ചു? ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. Come on, let's have a tea. Okay. Hello. In the menu here? What? Yes. At what time? 11:45. Okay. I will report before 10:30. Okay? Thank you. എനിക്ക് ഫുഡൊന്നും വേണ്ട, ഞാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ എലീനയുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് ഞാൻ പണ്ടങ്ങോ ചെയ്തൊരു പുണ്യം കൊണ്ടാണ്. മതി പ്രൈസ് ചെയ്തു. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോകുന്ന പറയുന്നത് പെൺകുട്ടികളുടെ ഒരു സ്വഭാവമാണ്. ഹലോ, നീ ഇവിടെ ഇരിക്കുകയാണോ? നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു. നീ എന്നെ റിസീവ് ചെയ്യാൻ വരുമോ? ഞാൻ വിചാരിച്ചു കേട്ടോ. നീ അവിടെ എവിടെയെങ്കിലും ഇരിക്കുക, ഞാൻ അല്പം ബിസിയാണ്. ഹലോ, ഐ ആം അനിൽ. ഐ ആം എലീന. ഞാനും ശ്യാമും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരസ്പരം ജീവൻ ത്യജിക്കാൻ വരെ തയ്യാറാണ്. അത്രയ്ക്ക് വലിയ ക്ലോസ് ഒന്നും അല്ല. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരാ. എനിക്കൊരു ഇന്റർനാഷണൽ അവാർഡ്. പിന്നെ എന്റെ ഭാവി വധു മിസ് എലീന. ഭാവി വധു. ഞങ്ങളുടെ വിവാഹം ഉടനെ തന്നെ നടക്കും. ഞങ്ങൾക്ക് ചില പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പ്രൈവസി ഇടാൻ നന്നായിരിക്കും. അതിനെന്താ, സംസാരിച്ചോളൂ. നമ്മൾ തമ്മിൽ ഒരു പ്രൈവറ്റ് കാര്യമില്ലെന്ന് എലീനയ്ക്കറിയാം.
എലീനെ തെറ്റിദ്ധരിക്കുന്ന നീ പറഞ്ഞോ നമ്മൾ തമ്മിൽ എത്രമാത്രം ക്ലോസ് ആണെന്ന് എലീനയ്ക്ക് ആദ്യം തന്നെ മനസ്സിലാക്കി. ഞാനൊന്ന് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വരാം. വീട്ടിലുണ്ടാവുമെന്നാ പറഞ്ഞിരുന്നത്. ഇതിനൊക്കെ എവിടെ ഒപ്പിച്ചളിയായേ? കണ്ടാ കൊള്ളാവുന്ന ആണുങ്ങളെ പെമ്പിള്ളാര് നോക്കും. അതിന്റെ ഇടയിൽ കയറി വന്ന് കൊളാക്കുന്ന വൃത്തിയോടെ കേട്ടോ. അളിയോ എവിടെ? എന്താ അല്ല, എന്റെ മോതിരവും വാച്ചും ഒക്കെ താഴെ പോയി. ഇന്ദു എന്താ ഇവിടെ? ഫ്ലൈറ്റ് ടൈം മാറ്റിയത് കൊണ്ട് പുതിയ ടൈം ഞാൻ ഓർത്തില്ല. ഇപ്പൊ അല്പം നേരത്തെയാണ്. ഐ ആം അനിൽ ഫ്രം ബോംബെ. ഇതെന്റെ ഭാവി വധുവായിരിക്കും. എങ്ങനെ മനസ്സിലായി? അല്ല, ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഇവൻ എന്റെയും എനിക്ക് അവന്റെയും മനസ്സ് നല്ലപോലെ അറിയാം. ഇദ്ദേഹം അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നമ്മുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എന്റെ ഹോസ്റ്റസ് ഫ്ലൈങ് ടു കാൽക്കട്ട റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി. എനിക്ക് പോകാൻ സമയമായി. സോറി, ഹോസ്റ്റസ് ഫ്ലൈങ് ടു കാൽക്കട്ട പുതിയ ഷെഡ്യൂൾ ആയതുകൊണ്ട് കറക്റ്റ് സമയം പറയാൻ ഓർത്തില്ല. ഓക്കേ, സീ യു. ബൈ. നിന്റെ സമയം തെളിഞ്ഞിരിക്കുകയാളിയാ. മനുഷ്യർക്ക് ഈ ഭാഗ്യം വരുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോ എനിക്ക് പോകാൻ സമയമായി. സീ യു സൂൺ. ഓക്കേ, ഹാപ്പി ജേർണി. സമ്മതിച്ചു വന്നിരിക്കുന്നറിയാ. നിന്നെ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു. നമുക്ക് ഈ സെറ്റപ്പ് ഒന്ന് കൊഴിപ്പിച്ചെടുക്കണം. ഞാൻ എന്റെ കംപ്ലീറ്റ് ലഗേജുമായിട്ട് അളിയന്റെ വീട്ടിലോട്ട് വരാം. എന്നിട്ട് അവർ നമുക്ക് നിർത്തിന്ന്. എടാ, ഫ്രോഡ് പണി കാണിച്ച് ഒറ്റയ്ക്ക് ഞാൻ ബോംബെക്ക് പോയില്ലേ? അന്ന് അളിയനും മച്ചപ്പി ഒന്നും ഉണ്ടായിരുന്നില്ല. അതോടുകൂടി നിർത്തി. ഇനി നീയായി നിന്റെ പാടായി, ഞാനായി എന്റെ പാടായി. ഗുഡ് ബൈ. അളിയ അളിയന്റെ ബിൽ. ചേട്ടാ, ഐശ്വര്യമായിട്ട് അതങ്ങ് പോക്കറ്റ് വെച്ചേ. 20 രൂപ. പ്രതീക്ഷിക്കുന്ന സഹായം? ചേട്ടന്റെ വായി കിടക്കുന്ന നാവ് നിശബ്ദത പാലിക്കാൻ വേണ്ടിയാണ് ഈ ഫീസ്. വ്യക്തമായില്ല. മറ്റവൻ ലാൻഡ് ചെയ്തിട്ടുള്ളത്. എന്റെ ഇപ്പോഴത്തെ മേൽവിലാസമോ മറ്റ് സംഭവങ്ങളോ ഒന്നും ആ ദ്രോഹി അറിയാൻ പാടില്ല. തന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ? അസൂയക്കും കുശുമ്പിനും കഷണ്ടിക്കും അവനും മരുന്നില്ല. അതുകൊണ്ടാ. അത്രേ ഉള്ളോ? ഏറ്റു. ഇനിയും ഞാൻ വേണ്ടതുപോലെ കണ്ടോ. ഇപ്പൊ ഒന്നുകൂടെ കാണണം. കാശും വാങ്ങിച്ചോണ്ട് ഒരുമാതിരി മറ്റേ ഇടപാട് കാണിച്ചോണ്ടോ. ശ്യാമണ്ണന്റെ ഒരു സമയം എന്നല്ലാണ്ട് എന്തോ പറയാൻ. കലാക്കാൻ ഒരു ഫ്ലാറ്റ്, 3 അലുവ പോലത്തെ ചരക്കുകൾ, ആകപ്പാടെ ഒരു ഗ്ലാമറുകൾ തന്നെണ്ടാ. ഓഹോ, എനിക്ക് അവനെ കാണാൻ കൊതിയായി. വന്നിട്ട് ഇതുവരെ കണ്ടില്ലേ? അതെങ്ങനെ? താമസിക്കുന്ന സ്ഥലം അറിയണ്ടേ? എന്റെ കുട്ടപ്പ, എത്ര രാത്രികൾ അവനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ ബോംബെയിൽ ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. അയ്യോ കഷ്ടം. എനിക്ക് അവനെ കാണാൻ ധൃതിയായി. അവൻ ഓഫീസിൽ പോയാ പോരെ? വരുന്ന വഴിയല്ലേ കുട്ടപ്പ, ഇങ്ങനെ കൂടെ കയറി ചെല്ലാക്കൂ. എനിക്ക് അവൻ താമസിക്കുന്ന സ്ഥലം കണ്ടാ മതി. അവനെ കണ്ടതുപോലെയാണ്. എനിക്ക് ധൃതിയായി കുട്ടപ്പ. കുട്ടപ്പൻ കൈ കാറി കയറി പറയാം, എല്ലാം പറയാം. കേറ്. ഇതാണ് സാക്ഷാൽ ഡിക്കമ്മായി. അവൻ എഴുതിയിരുന്നത് പോലെ തന്നെ. നിങ്ങൾ ആരാ? അനിൽകുമാർ. എന്ന് വെച്ചാ നമ്മുടെ ശ്യാമണ്ണന്റെ ക്ലോസ് ഫ്രണ്ടാ. അങ്ങ് ബോംബെന്ന് വരിക. ഞാനിന്ന് വരുന്നു അവനെ അറിയിപ്പിച്ചിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവൻ എയർപോർട്ടിൽ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആ കൂടെ ചളവാക്കിയനെ. അല്ല, സ്നേഹം കൊണ്ടാണേ. അല്ല, അതെണ്ണം പറഞ്ഞ ശരിയാ. ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ അവൻ എനിക്ക് എഴുതി, നീ വന്നാൽ എന്നോടൊപ്പം താമസിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയുന്നൊക്കെ. സ്നേഹത്തിന്റെ ഒരു ഡെപ്തേ. നിങ്ങൾക്ക് താമസിക്കാൻ ഏത് മുറിയാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏത് മുറിയാന്നാ പറഞ്ഞത്? അല്ല, ഒന്നും പറഞ്ഞില്ലല്ലേ? അല്ല, അതിനെ നിങ്ങളമ്മ കണ്ടില്ലല്ലോ. അതാ ഞങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അമ്മച്ചി ഏത് മുറി എന്നാലും മതി. അവൻ ഏത് മുറിയാണെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ കല്യാണം കഴിച്ചാണോ? ഇല്ല, നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ? ഏയ്, ഒന്നുമില്ല. ഇത് ശ്യാമിന്റെ ഓഫീസ് ബെഡ്റൂം. ഇത് അദ്ദേഹത്തിന്റെ ഡേ ബെഡ്റൂം. ഇത് നൈറ്റ് ബെഡ്റൂം. അതാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബെഡ്റൂം. ആകെ ഒരു ലോഡ്ജ് മാതിരി ഉണ്ടല്ലോ, നേരത്തെ പിടിച്ച ബെഡ്റൂം. അതിന്റെ ആവശ്യം കുറച്ചുകൂടെ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കാം. അവൻ വരുമ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അവന്റെ പേഴ്സണൽ ബെഡ്റൂം തന്നെ ഉപയോഗിച്ചാൽ. നീ വയ്ക്കൂ. കയ്യും വീശിയോ? പോക്കറ്റിൽ കുറച്ച് രൂപ ആയിരിക്കും, മുഴുവൻ എടുത്തു. 2 രൂപയോ? എന്താ പോരെ?
പഴയ എച്ചിത്തരം എപ്പോഴും വിട്ട് മാറിയിട്ടില്ല അല്ലേ? ഇതും കൂടെ നിങ്ങൾ വെച്ചോ. നീ പോടെ. പോണ വഴിക്കേ ഞാൻ ശ്യാമണനെ കണ്ട കാശ് വാങ്ങിച്ചോളാം. നിങ്ങൾ ഇവിടെ കൊണ്ടാക്കി വരും പറഞ്ഞോളാം. നീ വാടേ. ഉപകാരം ചെയ്തില്ലേ ഉപദ്രവം ചെയ്യാതെ. നീ നിന്റെ പണി നോക്കണേ. പോടെ. അല്ല എനിക്കിത് വേണം. ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഇല്ല. നിനക്ക് എന്റെ വണ്ടി കണ്ടല്ലോ ചാടി ചാവാൻ. കഥ കഴിഞ്ഞില്ലേ? ഇല്ല സാർ, പാതി ആയതേ ഉള്ളൂ. ഇന്റർവെൽ. ഓ പത്മ, ഞാൻ കാത്തിരിക്കായിരുന്നു. ഒരു കാര്യം ചെയ്യൂ, പത്മ നേരെ ഫ്ലാറ്റിലേക്ക് പോയിക്കോളൂ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ? ആരാണ് താൻ? എന്ത് ധൈര്യത്തിലാണ് എന്റെ ദേഹത്തോട്ടത്? ആ ചോദ്യം ചോദിക്കുമ്പോ ഞാനാണ്, പക്ഷെ ഞാൻ അത്ര ക്രൂരനല്ല. നിങ്ങൾ ആരാണ്? എന്തിനോട് വന്നു? അത് തന്നെ ഞാൻ തിരിച്ചു ചോദിക്കുന്നു. ഇതെന്റെ വീടാണ്. ഓഹോ, ഇതെന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ വീടാണ്. ഓഹോ, അപ്പൊ ശ്യാമിന്റെ ഫ്രണ്ട് ആണല്ലേ? അതെ, പക്ഷെ ശ്യാമിന്റെ വീട് എങ്ങനെ നിങ്ങളുടെ വീടായി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ശ്യാമിന്റെ ഭാവി വധുവാണ്. ഓഹോ, എന്ന് വെച്ചാൽ ശ്യാം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് അല്ലേ? എന്നിട്ടാണോ ഒരു അന്യപുരുഷനായ എന്നെ നിങ്ങൾ കയറി കെട്ടിപ്പിടിച്ചത്? നിങ്ങൾക്ക് ലജ്ജയില്ലേ? ശ്യാം ആണെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ നിങ്ങളോ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നോ? ഒരു പെൺകുട്ടിയെ നിങ്ങൾ എങ്ങനെ കെട്ടിപ്പിടിച്ചു? ശ്യാമാണെന്ന് കരുതിയാണ് ഞാൻ നിങ്ങളെ ആശ്ലേഷിച്ചത്. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനൊരു പെണ്ണാണെന്ന്? ഞാൻ വിചാരിച്ചു ശ്യാം ചിരിച്ചതാണെന്ന്. പോട്ടെ, നമുക്ക് രണ്ടുപേർക്കും തെറ്റുപറ്റി. പക്ഷെ ഒരു ചെറിയ തെറ്റ് ചിലപ്പോൾ മറ്റൊരു വലിയ ശരിയിലേക്കുള്ള വഴികാട്ടിയായി. ഇന്നലെ ചെയ്തോരബദ്ധം ഇന്നത്തെ ആചാരമാകാം, അത് നാളത്തെ ശാസ്ത്രവുമാകാം എന്ന് കുമാരനാശൻ പാടിയിട്ടുണ്ട്. ശ്യാമാണെന്ന് കരുതിയിട്ട് തന്നെയാണോ സത്യത്തിൽ നിങ്ങളിത് ചെയ്തത്? എങ്കിൽ ഞാൻ മാപ്പ് തരാൻ ഒരുക്കമാണ്. മാപ്പ് തന്നാൽ മായ്ച്ചു കളയാൻ കഴിയില്ലല്ലോ ഈ സ്പർശന സുഖം. സത്യം പറയട്ടെ, എന്റെ ജീവിതത്തിൽ ഇന്നോളം ഒരു പെൺകുട്ടിയെ ഞാൻ നോക്കിയിട്ട് പോലുമില്ല. ഒരിക്കലും ഈ ആശ്ലേഷം എന്റെ മനസ്സിൽ നിന്നും വായുകയില്ല. പണക്കാരനാണെങ്കിലും അവിവാഹിതനായ ഞാൻ എങ്ങനെ ഇനി മറ്റൊരു പെൺകുട്ടിയെ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും? അതുകൊണ്ട് 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 മാത്രമല്ല, എല്ലാം കൊണ്ടും ഐ ലവ് യു. ഐ ലവ് യു. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഞാനെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാഡം, ഞാൻ പറയുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഞാൻ ആ കുട്ടിയോട് പറയുകയായിരുന്നു ശ്യാം എത്രമാത്രം അവളെ ലവ് ചെയ്യുന്നുണ്ടെന്ന്. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ശ്യാം അവളെ ലവ് ചെയ്യുന്നു എന്നാണോ അർത്ഥം? അല്ല, ഐ ലവ് യു എന്ന് ഇവളെ പറ്റി എന്നോട് ശ്യാം പറഞ്ഞതിനെ പറ്റി ഞാൻ അവളോ. മനസ്സിലായി, വിഷമിക്കണ്ട. അമ്മച്ചി എന്തോ തെറ്റിദ്ധരിച്ചുകൊണ്ട്. ഞാൻ ആരുടെയും അമ്മച്ചിയല്ല. അല്ല, പ്രായം കൊണ്ട് ഒരിക്കലുമല്ല. പക്ഷെ സ്നേഹത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും മുമ്പിൽ ആരും അമ്മായി അമ്മച്ചി എന്ന് വിളിക്കും. ദാ ഇനി ആവർത്തിക്കില്ല. ആ, അമ്മായി നേര് പറ. അമ്മായിക്ക് എത്ര വയസ്സായി? 30ഓ 32ഓ? അതില് കൂടുതലൊക്കെ ഉണ്ട്. ഏതായാലും 33 കൂടില്ല, കൂടാൻ ഞാൻ സമ്മതിക്കൂല. അമ്മായി അളിയോ, പൊന്നളിയാ, നീ എവിടെ ആയിരുന്നു അളിയോ? എന്റെ പൊന്നളിയാ, കൈയെടുക്കാൻ നിനക്ക് എന്ത് വെച്ചോ? ഇവൻ ഇങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. എനിക്ക് നിന്നോട് സ്നേഹമോ? എന്തിന്? അത് കളാ, എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? എന്തിനാണ് എന്നോടുള്ള സ്നേഹം ഒളിച്ചു വെക്കുന്നത്? നിനക്ക് അങ്ങനെ വല്ല തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലേ അതിപ്പോ തന്നെ മാറ്റിയേക്കാം. എനിക്ക് നിന്നോട് അശേഷം സ്നേഹമില്ലെന്ന് മാത്രമല്ല, നിന്നോട് അർപ്പം വെറുപ്പാണ്. ഇറങ്ങട്ടെ വെളിയിൽ. നീ എങ്ങനെയൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും ശരി, നിമിഷം പ്രതി നിന്നോടുള്ള സ്നേഹം എനിക്ക് വർദ്ധിച്ചു വരിക. എനിക്കും വർദ്ധിച്ചു വരുന്നുണ്ട്. സ്നേഹമല്ല, കൈയുടെ തരിപ്പ ആശേഷിക്കാനായിരിക്കും. എനിക്കറിയാളിയാ, അതാളിയാ സ്നേഹം. ഇതാണ് സ്നേഹമെങ്കിലേ ഇതിന്റെ മൂർധന്യാവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ മറന്ന് പ്രവർത്തിക്കും. അതൊരു മരണത്തിൽ കലാശിക്കും. അതാണല്ലേ സ്നേഹം. ഇതെന്താ
ഇതെന്താന്ന് ഏത് ലിപ്സ്റ്റിക്കോ? ഏത് എന്താണ് എവിടെ? ചോദിച്ചായിട്ടില്ലേ? അത് രാവിലെ ഷേവ് ചെയ്തപ്പോ മുറിഞ്ഞ ചോര, ചുവന്ന ചോര. നിന്റെ ചോരയ്ക്ക് എന്താടാ സെന്നിന്റെ മണം? അത് അന്തസ്സുള്ള ആൾക്കാരുടെ ചോരയ്ക്ക് ചിലപ്പം സെന്നിന്റെ മണമൊക്കെ കാണും. അതിനകത്ത് അസുഖപ്പെട്ട കാര്യമില്ലേ? ഫോണിവിടെ പത്മാതോ? ദൈവമേ, ഞാനാ ശ്രീകുട്ടി. ചേട്ടൻ എന്താ ഹോസ്റ്റലിൽ വരാന്ന് പറഞ്ഞിട്ട് വരാത്തെ? അത് പിന്നെ ഞാൻ പിന്നെ ഒരു വലിയ ഫോട്ടോ എടുപ്പ് പരിപാടിയായിരുന്നു. അതിന്റെ പ്രിന്റും പബ്ലിസിറ്റി ആയിട്ടൊക്കെ ആകെ ബിസി ആയിപ്പോയി മോളെ. അതാ ഞാൻ വരാം. ഹലോ, എന്ത് പറ്റി ചേട്ടാ? ഒന്നും പറ്റിയില്ല, ശബ്ദം പോയി, നല്ല സുഖമില്ല. പിന്നെ വിളിച്ചാ മതി. ആരാ വിളിച്ചത്? ഡാഡിയാ. വെസ്റ്റ് ജർമ്മനിയിൽ നിന്നൊരു ഗോൾഡൻ പോമറേനിയൻ പട്ടിയെ കൊണ്ടുതരുന്നു. അതിനെല്ലാം സുഖമില്ല, അത്ര കഷ്ടമായിപ്പോയി. What happened? What happened, ശ്യാം? ശബ്ദത്തിന് എന്ത് പറ്റി? എന്റെ ശബ്ദത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. പോവും പിന്നെ തിരിച്ചു വരും. ഓഹോ ശ്യാം, എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താ? ഞങ്ങളുടെ ഫ്ലൈറ്റ് ടൈം മുഴുവൻ മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പൊ 11:30 എത്തുന്ന ട്രിവാൻഡ്രം ഫ്ലൈറ്റ് ഇനി മുതൽ 7:30 തന്നെ ലാൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് നമുക്കൊരു ദിവസം 3 മണിക്കൂർ കൂടുതൽ കിട്ടുന്നു അല്ലേ? യെസ്. അപ്പോ ബോംബെ ഫ്ലൈറ്റ് പഴയ സമയത്ത് തന്നെയാണോ? ഇല്ല, അത് മാറും. രക്ഷപ്പെട്ടു. അതെന്താ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. നീ പറഞ്ഞതാ, ഞാൻ കേട്ടതല്ലേ. സത്യം പറയൂ, ശ്യാം ഏത് പെൺകുട്ടിയോടാണ് സംസാരിച്ചത്? നീ അല്ലാതെ ഒരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ ഇന്നുവരെ നോക്കിയിട്ടില്ല. ഞാനൊരു പെണ്ണിനോട് സംസാരിച്ചത്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാണ്ടല്ലോ. ആരാ ഇന്ദുമേനോൻ? ഒരു ഇന്ദുമേനോൻ എഴുതിയ കത്ത് ഇവിടെ ഇരിക്കുന്നു. ഇന്ദുമേനോനാ? ഞാൻ എഴുതിയതായിരിക്കും. അതിന് നിന്റെ പേര് ഇന്ദുമേനോനാണ്? വഴിയാണോ ഒരു പെണ്ണ് ഇവിടെ എഴുത്തെഴുതി വെക്കൂ? അറിയാം, നമുക്കിത് കണ്ടുപിടിക്കാം. നിനക്ക് അറിഞ്ഞിട്ട് എന്താ കാര്യം? ഇറങ്ങി പോടാപ്പില്ലേ. പക്ഷെ എനിക്കറിയണം ആരാ ഇത് എഴുതിയെന്ന്. അത് പിന്നെ ഇന്ദു ഇന്ദു. ഞാൻ കൊറേ ദിവസം കൊണ്ട് ഒരു കാര്യം പറയണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദിസ്? ഇറ്റ്സ് എ ലെറ്റർ. അതെനിക്കറിയാം. ഇത് ആരെഴുതി, ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്കറിയണം. ആരാണ് ഇന്ദുമേനോൻ? ഓ, ഇന്ദു മേനോൻ. ഈ താഴത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന മേനോനില്ലേ, മേനോന്റെ ഭാര്യയുടെ അനിയന്റെ മകന്റെ ഭാര്യ ഇന്ദു. മകന് മേനോനാകുമ്പോ മകന്റെ ഭാര്യ മേനോത്തി ആണോല്ലോ ഇന്ദു മേനോൻ. ഇനി ഫ്ലാറ്റ് മാറി ലെറ്റർ ചിലപ്പോ അവിടെയും ഇവിടെയും. ഇതെങ്ങനെ എന്നെ മറ്റേതെങ്കിലും പെൺകുട്ടികളായി ബന്ധപ്പെടുത്തി പത്മ ചിന്തിക്കുന്ന എനിക്ക് വളരെ സങ്കടമുണ്ട്. സോറി ശ്യാം, ശ്യാമിന്റെ കാര്യത്തിൽ ഞാൻ വളരെ പോസിറ്റീവാണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്. നിന്റെ ഉദ്ദേശം എന്താണ്? നീ ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ അവരുടെ നിയമം അനുസരിച്ച് 3ഓ 4ഓ കല്യാണം കഴിക്കാമായിരുന്നു. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെ എന്ന് പോലെയാണ് ഈ ഹിന്ദുക്കൾക്ക് 3ഉം 4ഉം കല്യാണം കഴിക്കാനുള്ള നിയമം ഉണ്ടായത്? ഭാര്യമാരാണെങ്കിലേ പ്രശ്നമുള്ളൂ. ഭാവി വധു എന്നൊരു ഏർപ്പാടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു ഭാര്യയുടെ എല്ലാവിധ ഗുണങ്ങളും ഒരു ഭാവി വധുവിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ഭാര്യമാരുടെ ഒരു ദൂഷ്യവും നമ്മൾ അനുഭവിക്കാൻ വേണ്ട. മനഃശാസ്ത്രപരമായി കൈകാര്യം ചെയ്താൽ പെണ്ണൊരു സുഖമുള്ള ഏർപ്പാടാ മോനെ. അതെ, എന്തുദ്ദേശിച്ച അളിയൻ ഇവിടെ കറങ്ങി നടക്കുന്നത്? അല്ല, ഈ 3എണ്ണത്തിനെയും ഒറ്റയ്ക്ക് നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഈ വിഷമവൃത്തത്തിൽ നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ പോവളിയാ? എന്റെ പൊന്നളിയൻ അതോർത്ത് വിഷമിക്കണ്ട. പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. ചെല്ല്. എന്നാലും എനിക്കൊരു മനോവിഷമളിയാ. ഇത് മനോവിഷമല്ല അളിയ, ഇത് അസൂയാണ് അളിയ, അസൂയ. അതാ അതിന്റെ പേര്. അളിയൻ പോകുന്നുണ്ടോ അതോ അളിയന്റെ തടി ഞാൻ ചീത്തയാക്കണോ? ഇപ്പൊ പെട്ടെന്ന് ഞാൻ എവിടെ പോവാനാ? വേറൊരു സ്ഥലം എത്താ ഞാൻ ഉടനെ മാറിയേക്കാം. ഉറപ്പാണളിയാ. എന്നാലും നീ എന്നെ ഒരു അന്യനായി കണക്കാക്കുന്നതിൽ എനിക്ക് വളരെ സങ്കടമുണ്ടല്ലേ. നീ ഒന്ന് മനസ്സിലാക്ക്, എന്നെ പോലെ ഒരു ആത്മാർത്ഥ സ്നേഹിതനെ നിന്റെ ജന്മത്തിൽ നിനക്ക് കിട്ടത്തില്ല. എന്നെ വിശ്വസിക്കളിയാ. അല്ലെ, കൈ കൊടുക്കളിയാ.
ശരിയാവൂല